നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചൂടിലും തളരാതെ വോട്ടാവേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ഓരോ ബൂത്തുകളിലും. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് കെ സി വേണുഗോപാൽ. ആലപ്പുഴ പഴപിടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി പി പ്രസാദ്. നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് നിർവഹിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി പ്രസാദ്. ആലപ്പുഴയുടെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് തനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അഡ്വക്കേറ്റ് AM മാരിഫ് കുടുംബവുമൊത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനായി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കെത്തി വോട്ട് നിർവഹിച്ച് ചലച്ചിത്ര താരങ്ങൾ. വാർത്തകൾ വിശദമായി. ചൂടിലും തളരാതെ വോട്ടാവേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുവാൻ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ഓരോ ബൂത്തുകളിലും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ പങ്കാളികളാകുവാൻ അതിരാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര തയ്യാറായിരുന്നു. വോട്ടിംഗ് ആരംഭിച്ച 7 മണി മുതൽ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കടുത്ത ചൂട് കാരണം പലരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചതോടെയാണ് ബൂത്തുകളിൽ തിരക്ക് കൂടിയത്. മാത്രമല്ല, ചൂടിലും തളരാതെ വോട്ടിംഗിൽ പങ്കാളികളായി തങ്ങളുടെ അവകാശം നിറവേറ്റാനായും നീണ്ട ക്യൂവിൽ നിന്നവരും വേറിട്ട കാഴ്ചയായി മാറി. തങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിക്കായി ഒരു വോട്ട് ചെയ്യാനായി അല്പം ചൂടുകൊണ്ടാണേലും സാരമില്ല എന്ന മട്ടിലായിരുന്നു മിക്കവരും. ജില്ലയിലെ മാവേലിക്കര, ആലപ്പുഴ മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ തങ്ങളുടെ കുടുംബവുമായി എത്തി വോട്ടവകാശം നിർവഹിച്ചിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു വോട്ടിംഗ്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പഴപിടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നടന്ന 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും വെള്ളിയാഴ്ച നടന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വലിയ വിജയം നേടുമെന്ന് കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പഴവീട് സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ. കേരളത്തിൽ 20-ൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് ഇപ്പോഴുള്ളതെന്നും കെ സി പറഞ്ഞു. UDF-നും കോൺഗ്രസിനും അനുകൂലമായ തരംഗം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി. തീരദേശത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 20-ൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത്. UDF അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത്. തീരദേശത്ത് വൻതോതിൽ മുന്നേറ്റ് വോട്ട് ചെയ്യാനായിട്ടുള്ളത് വൻ നീണ്ട നിരയുണ്ട്. ഇത് ആർക്കാണ് അനുകൂലമായി തീരുക? ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അവർ ഒരു തരംഗം വരുന്നാൽ ആണ് ഈ വോട്ടിംഗ് നല്ല ശക്തിപ്പെടുക. UDF-ന് അനുകൂലമായ തരംഗമുണ്ട്, കോൺഗ്രസിന് അനുകൂലമായ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് നിർവഹിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി പ്രസാദ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് നിർവഹിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പൊതു സാഹചര്യവും കേരളത്തിന്റെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തുമെന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. രാജ്യത്തിൻ്റെ പൊതു സാഹചര്യവും കേരളത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുമെന്നും മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയുടെ വികസന തുടർച്ചയ്ക്കാണ് തനിക്ക് വോട്ട് ലഭിക്കാൻ പോകുന്നതെന്ന് അഡ്വക്കേറ്റ് എം ആരിഫ് എം പി പറഞ്ഞു. കുടുംബവുമൊത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആരിഫ്. ആലപ്പുഴയുടെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് തനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അഡ്വക്കേറ്റ് എം ആരിഫ് എം പി പറഞ്ഞു. കുടുംബവുമൊത്ത് ആലപ്പുഴ ടി.കെ. മാധവ് മെമ്മോറിയൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എം ആരിഫ്. ആലപ്പുഴയിൽ താൻ വിജയിച്ചാൽ 2 എംപിമാരുടെ സഹായം നാടിനുണ്ടാകും. രാജ്യസഭയിൽ നിന്നും ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ സഹായവും ലോക്സഭയിൽ നിന്നും MP ആയി താൻ വിജയിക്കുമ്പോൾ തൻ്റെ ഇടപെടലും ആലപ്പുഴയ്ക്കായി ലഭിക്കുമെന്നും ആരിഫ് ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ LDF അനുകൂല തരംഗമുണ്ടെന്നും ആരിഫ് കൂട്ടിച്ചേർത്തു. ോട് പറയാനുള്ളത്, 1, ആലപ്പുഴയുടെ വികസന തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യണം. 2, നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ വിജയിച്ചാൽ 2 എംപിമാരുടെ സഹായം ഉണ്ടാവും. രാജ്യസഭയിൽ നിന്ന് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം രാജ്യസഭയിൽ 2 വർഷം കൂടി തുടരും. ആലപ്പുഴ ഹൃദയത്തിലുള്ള ആളാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായം കിട്ടും. ലോക്സഭാക്ക് മുതൽ എന്റെ പ്രവർത്തനം കിട്ടും. രാവിലെ മണ്ഡലങ്ങളിലെല്ലാം ഭയങ്കര വലിയ നീണ്ട നിരയുണ്ട് LDFിന് അനുകൂലമായി വരുന്നത്. തീർച്ചയായും അതൊക്കെ LDFിന് അനുകൂലമായി തന്നെ വരും. കാരണം LDF ആ തീരദേശ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ തീരദേശ പര്യടനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് വലിയ തരത്തിൽ LDFിന് അനുകൂലമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കും. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ കുടുംബവുമൊത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാവില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് തന്നെ പരാജയം മുന്നിൽ കണ്ടാണ്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റും നേടും. വമ്പിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരടക്കം ഇന്ത്യ മുന്നണിയെ കേന്ദ്രത്തിൽ അധികാരത്തിലേറ്റാൻ സഹായിക്കുമെന്നും രമേശ് ചെന്നിത്തല MLA കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് വിലയിരുത്തലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടും. വൻപിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും, ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളത്തിൽ 20-ൽ 20 സീറ്റും 20-20 ഞങ്ങൾ അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. UDFിന് അനുകൂലമായ ഒരു തരംഗം. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനായി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കെത്തി വോട്ട് നിർവഹിച്ച് ചലച്ചിത്ര താരങ്ങൾ. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനായി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കെത്തി വോട്ട് നിർവഹിച്ച് ചലച്ചിത്ര താരങ്ങളും സംവിധായകനും. ചലച്ചിത്ര താരവും ആലപ്പുഴക്കാരനുമായ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, സംവിധായകനും ഫഹദിന്റെ പിതാവുമായ ഫാസിൽ അടക്കമുള്ളവരാണ് ഷൂട്ടിംഗ് മാറ്റിവെച്ച് വോട്ടിങ്ങിനായി ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് എത്തിയത്. കുഞ്ചാക്കോ ബോബനാണ് ബൂത്തിലേക്ക് ആദ്യമെത്തിയത്. തുടർന്ന് ഫഹദ് ഫാസിലും പിതാവ് ഫാസിലും എത്തി വോട്ട് രേഖപ്പെടുത്തി. സിനിമാ സ്റ്റൈലിൽ തന്നെ വന്നിറങ്ങിയ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒരു നോക്ക് നേരിട്ട് കാണാൻ ലഭിച്ച സന്തോഷത്തിലായിരുന്നു ബൂത്തിലുണ്ടായിരുന്ന മറ്റ് വോട്ടർമാർക്ക്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂടിലും തളരാതെ വോട്ടാവേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു
ഓരോ ബൂത്തുകളിലും. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്ന് KC വേണുഗോപാൽ. ആലപ്പുഴ പഴപിടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി P. പ്രസാദ്. നൂറനാട് CBM ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് നിർവഹിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു P. പ്രസാദ്. ആലപ്പുഴയുടെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് തനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അഡ്വക്കേറ്റ് AM മാരിഫ് കുടുംബവുമൊത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനായി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്കെത്തി വോട്ട് നിർവഹിച്ച് ചലച്ചിത്ര താരങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.